ഹായ് ഓൾ, ഇന്ന് മുതൽ നമ്മൾ CUET-യുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് HCF LCM ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് നമ്പേഴ്സിൻ്റെ LCM-ൻ്റെയും HCF-ൻ്റെയും സമ്മ് 854 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LCM എന്ന് പറയുന്നത് 60 ടൈംസ് HCF ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു നമ്പറും തന്നിട്ട് മറ്റേ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. LCM-നെ ഞാൻ L എന്നും HCF-നെ H എന്നും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ LCM പ്ലസ് HCF 854 എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് എന്താ? LCM എന്ന് പറയുന്നത് 60 ടൈംസ് HCF എന്നാണ്. അതായത് നമുക്ക് LCM-ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 60 ടൈംസ് HCF. സോ ഞാനിവിടെ L-ന് പകരം 60H എന്ന് എഴുതാം. പ്ലസ് H എന്ന് പറയുന്നത് 854 ആണ്. 60H പ്ലസ് H എന്ന് പറഞ്ഞാൽ അത് 61H ആണ്. എന്ത്? 854. അതായത് HCF എന്താ കിട്ടുന്നത്? 854 ഡിവൈഡഡ് ബൈ 61. സോ നമുക്ക് HCF-ൻ്റെ വാല്യൂ 14 എന്ന് കിട്ടും. അപ്പോൾ HCF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് LCM അറിയാം. LCM എന്ന് പറയുന്നത് എന്താണ്? 60 ടൈംസ് HCF ആണ്. സോ 60 × 14 ആണ് നമ്മുടെ LCM വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ LCM-ഉം അറിയാം, HCF-ഉം അറിയാം. ഇനി നമുക്ക് ഒരു നമ്പറും അറിയാം, മറ്റേ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. LCM HCF-ൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF. ഇവിടെ ടു നമ്പേഴ്സിൽ ഒരു നമ്പർ 70 ആണെന്നറിയാം, മറ്റേ നമ്പർ അറിയില്ല, ഞാൻ X എന്ന് എഴുതി. സോ 70 ടൈംസ് X എന്ന് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 70 ടൈംസ് X. അത് എന്തിന് ഈക്വൽ ആണ്? അതിൻ്റെ LCM-ൻ്റെയും HCF-ൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം. 70-ൽ 10-ഉം 60-ൽ 10-ഉം സീറോസ് ക്യാൻസൽ ചെയ്യാം. 7-ഉം 14-ഉം ക്യാൻസൽ ചെയ്യാം. സോ X എന്ന് പറയുന്നത് 2 ടൈംസ് 14 ടൈംസ് 6 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 168. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 2023-ൽ ഈ HCF LCM എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമ്മൾ 4 സെറ്റ് തന്നിട്ട് ഈ 4-നും മാച്ച് ആയത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഞാൻ D ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഒന്നുകിൽ Dക്ക് 1 അല്ലെങ്കിൽ 2 ആണ് കിട്ടുക. അപ്പോൾ സോ എനിക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ Dയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Dയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് HCF ഓഫ് 5 raised to 7 into 7 raised to 5 into 2 raised to 12. അതുപോലെ തന്നെ 3 raised to 5 into 7 raised to 4 into 2 raised to 6 into 11. സോ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസ്ഡ് എക്സ്പോണൻസ് ഫോമിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ HCF ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ HCF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതുപോലെ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിലാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ കോമൺ ആയിരിക്കണം. ഇവിടെ 5 എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ അല്ല. സോ നമുക്ക് HCF-ൽ ആ നമ്പർ വരില്ല. 3-യും കോമൺ അല്ല. 7 രണ്ടിലും കോമൺ ആണ്. സപ്പോസ് രണ്ടിലും കോമൺ ആയ ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ് എക്സ്പോണൻ്റ് ആയിരിക്കും HCF-ൽ വരിക. ഇവിടെ 7 raised to 5-ഉം വന്നിട്ടുണ്ട്, 7 raised to 4-ഉം വന്നിട്ടുണ്ട്. സോ ലോവസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുമ്പോൾ അത് 7 raised to 4 ആണ്. സോ നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു നമ്പർ 7 raised to 4. അതുപോലെ 2 raised to 12-ഉം 2 raised to 6-ഉം വന്നിട്ടുണ്ട്. ഇതിലെ ലോവസ്റ്റ്, ഇത് കോമൺ ആണ്, അപ്പോൾ ലോവസ്റ്റ് എക്സ്പോണൻ്റ് ഏതാണ്? 2 raised to 6. 11 രണ്ടിലും കോമൺ അല്ല. സോ അതുകൊണ്ട് നമുക്കത് എടുക്കണ്ട. സോ നമുക്ക് വരുന്നത് ഏതാണ്? HCF വന്നിരിക്കുന്നത് 7 raised to 4 into 2 raised to 6 ആണ്. സോ അത് 1 ആണ്. അപ്പം നമുക്ക് മനസ്സിലായി Dക്ക് മാച്ച് ആവുന്നത് ഏതാണ്? 1 ആണ് വരുന്നത്. സോ Dക്ക് മാച്ച് ആവുന്നത് 1 ആയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. 1-ഉം Dക്ക് 1 വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്, 1-ഉം 3-യും. അതായത് നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? 2-ഉം 4-ഉം അല്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ 1 ആണോ 3 ആണോ എന്നാണ് ഇനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ 1-ലും 3-ലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇനി C നോക്കുക. C രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ C കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ C കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? C കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഇതേപോലെ LCM ആണ്. LCM ഓഫ് 5 raised to 7 into 7 raised to 5 into 2 raised to 12-ഉം അതുപോലെ 3 raised to 5 into 7 raised to 14 into 2 raised to 6. ഇവിടെയും നമുക്ക് പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിലാണ് തന്നത്. ഇതിൻ്റെ LCM ഫൈൻഡ് ഔട്ട് ചെയ്യണം. LCM-ൻ്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോമൺ ആണെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് എക്സ്പോണൻ്റ് ആണ് എടുക്കേണ്ടത്. സോ ഇവിടെ 7 raised to 5-ഉം 7 raised to 14-ഉം ഇവിടെ 7 കോമൺ ആണ്. സോ കോമൺ ആയിട്ടുള്ളത്
ഹയസ്റ്റ് പവർ ആണ് നമ്മൾ LCMൽ എടുക്കേണ്ടത്. സോ 7^14 വരും. ഇനി 2 കോമൺ ആണ്. കോമൺ ആയിട്ടുള്ളതിൽ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ്. സോ ഇൻറ്റു 2^12. ഇനി LCMന്റെ കേസിൽ നമ്മൾ കോമൺ അല്ലാത്ത നമ്പറും കൺസിഡർ ചെയ്യണം. സോ ഇവിടെ 5 രണ്ടിലും കോമൺ അല്ല, പക്ഷേ ഒന്നിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അത് എടുക്കണം. സോ 5^7 ഇൻറ്റു 3^5. സോ നമുക്ക് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന LCM എന്ന് പറഞ്ഞാൽ 2^12 ഇൻറ്റു 3^5 ഇൻറ്റു 5^7 ഇൻറ്റു 7^14. അതെന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് സിക്ക് മാച്ച് ആയിട്ട് വരുന്നത് 2 ആണ്. സോ സിക്ക് 2 വരുന്ന ഓപ്ഷൻ ഏതാണ്? 3 ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇതും CUET 2023 ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഡയറക്റ്റ് നമ്മളോട് ഒരു ഫ്രാക്ഷന്റെ LCM ആണ് കാണാൻ പറഞ്ഞത്. ഫ്രാക്ഷന്റെ LCM കാണാൻ LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ വരുന്നത് 2, 3, 4, 9 ആണ്. സോ നമ്മൾ LCM എടുക്കേണ്ടത് LCM ഓഫ് 2, 3, 4, 9 ഡിവൈഡഡ് ബൈ HCF ഓഫ് 3, 5, 7, 13. സോ നമുക്കിനി LCM കാണാം. LCM ഓഫ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ നോക്കാം. HCF ഓഫ് 3, 5, 7, 13 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സിന്റെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ഡിനോമിനേറ്റർ 1 ആയിട്ട് വരുന്ന ഒരു ആൻസർ ആയിരിക്കും നമുക്ക് LCM കിട്ടുക. ഇവിടെ ഡിനോമിനേറ്റർ 1 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ, 36. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. LCM ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് LCM കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. LCM കാൽക്കുലേറ്റ് ചെയ്താൽ 2, 3, 4, 9 LCM എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2, 3, 4, 9 LCM കാണാൻ ഈ ഒരു മെത്തേഡ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ ഏതെങ്കിലും കോമൺ നമ്പർ ഉണ്ടോ നോക്കുക. കോമൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. അപ്പോൾ 3 എടുക്കുവാണെങ്കിൽ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 2, 1, 4, 3. ഇനി എഗെയിൻ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 1, 1, 2, 3. ഇനി എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 2 × 2 × 3. സോ നമുക്ക് വരുന്നത് 6 × 6 36 ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇത് 22 ചോദിച്ചതാണ്. ഇവിടെ നോക്കിയേ, HCF ഓഫ് ഫസ്റ്റ് 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആ കാണാൻ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഇതാണ് ഫസ്റ്റ് 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത്. ഇതിന്റെ HCF ആ കാണാൻ പറഞ്ഞത്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫാക്ടേഴ്സ് വരത്തില്ലല്ലോ. സോ 1 ആണ്. അല്ലെങ്കിലും ബാക്കി വന്നിരിക്കുന്ന നമ്പേഴ്സ് ഇവിടെ പ്രൈം നമ്പേഴ്സും ആണ്. അപ്പം നമുക്ക് HCF എന്ന് പറയുന്നത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ എഴുതാം, 1 എന്നുള്ളത്. ഇതും 22 ഒരു സ്ലോട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ what will be the greatest number which when halved will be exactly divisible by 12, 15, 18, 30. ഓക്കെ, ഏതോ ഒരു നമ്പർ ഉണ്ട്, അതിൻ്റെ ഹാഫിനെ നമുക്ക് 12, 15, 18, 30 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് ഇതുപോലെ കുറേ നമ്പേഴ്സ് കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം LCM ആയിരിക്കും. സോ നമുക്ക് ആദ്യം LCM ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് 12, 15, 18, 30 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെ LCM ആയിരിക്കും. നമുക്ക് LCM ഓഫ് 12, 15, 18, 30 നോക്കാം. അപ്പോൾ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്, നിങ്ങൾ 12, 15, 18, 30 ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4, 5, 6, 10. എഗെയിൻ നിങ്ങൾക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 4, 1, 6, 2. ഇനി നമുക്ക് എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 2, 1, 3, 1. ഇനി കോമൺ ഒന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ LCM എന്ന് പറയുന്നത് 3 × 5 × 2 × 2 × 3 ആയിരിക്കും വരുന്നത്. സോ 9 × 20, 180 ആണ് നമുക്കിവിടെ LCM കിട്ടുന്നത്. ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഏതോ ഒരു നമ്പറിന്റെ ഹാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ 180യുടെ ഡബിൾ ആയിരിക്കണം. സോ 2 × 180 എന്ന് പറയുമ്പോൾ 360 ആണ്
ആൻസർ വരുന്നത്. ഇതും CUET 2022 ഒരു സ്ലോട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് LCM ആൻഡ് HCF, രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം തന്നിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF. അപ്പൊ നമുക്ക് ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF. ഇവിടെ LCM HCFും തന്നിട്ടുണ്ട്. 35 × 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 525 ആണ് വരുന്നത്. സോ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മുംബൈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് CUCET. അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് LCM ഓഫ് ടു നമ്പേഴ്സ് ഈസ് 7700, HCF ഈസ് 11. ഇഫ് വൺ ഓഫ് ദ നമ്പർ ഈസ് 275 then the other number. ഇതും നേരത്തെ യൂസ് ചെയ്ത അതേ പ്രോപ്പർട്ടി. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF. ഒരു നമ്പർ നമുക്കറിയാം 275, മറ്റേ നമ്പറിനെ നിങ്ങൾക്ക് X എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു LCMന്റെ പ്രോഡക്റ്റ് ഇൻറ്റു HCFന്റെ പ്രോഡക്റ്റ്. സോ ഇവിടെ നമുക്ക് ഈ 25ഉം 100ഉം തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ഇത് 4 ആയിട്ട് മാറും. സോ X ഇസ് ഈക്വൽ ടു 77 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 308. സോ ഓപ്ഷൻ C ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതെല്ലാം നമുക്ക് ഈ HCF LCM എന്നുള്ള ടോപ്പിക് ഒന്ന് മാത്രം വന്നിരിക്കുന്ന PYQs ആണ്. അപ്പോൾ നിങ്ങൾക്ക് HCF LCMൽ ഏതെല്ലാം ടോപ്പിക് ഒന്ന് കവർ ചെയ്യണം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതേപോലെ അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക് ഒന്ന് ടെസ്റ്റിലും അതുപോലെ CUCETയിലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്